എമ്മിന്റെയും CPIയുടെയും നേതൃയോഗങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. CPIഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് AKG സെന്ററിൽ നടക്കും. മന്ത്രിമാരെ സംബന്ധിച്ച സെക്രട്ടേറിയറ്റ് നിർദ്ദേശം സംസ്ഥാന കമ്മിറ്റി പരിശോധിക്കും. വൈകിട്ട് 3 മണിക്ക് CPIഎം MLAമാരുടെ യോഗം പിണറായി പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ KPCC നിർവാഹക സമിതി യോഗം ഇന്ന് ചേരും. പരാജയത്തിന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ചും പ്രതിപക്ഷ നേതൃസ്ഥാനം സംബന്ധിച്ചും തർക്കം മൂർച്ഛിക്കുന്നതിനിടെയാണ് യോഗം നടക്കുന്നത്. സാമ്പത്തിക അച്ചടക്കത്തിലടക്കം പല തീരുമാനങ്ങളിലും മുൻ UDF സർക്കാരിന്റെ നിലപാടാവില്ല അധികാരമേൽക്കുന്ന LDF സർക്കാരിനെന്ന് വ്യക്തമാകുന്നു. പാഴ്ചെലവുകൾ നിയന്ത്രിക്കുന്നതിനും സാമ്പത്തിക അരാജകത്വം ഒഴിവാക്കുന്നതിനുമായി മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുന്നതിന് ഇടതുമുന്നണി യോഗം തീരുമാനിച്ചു. ഭരണരംഗത്ത് ധൂർത്ത് ഒഴിവാക്കുന്നതിനായി മന്ത്രിമാർ തന്നെ മാതൃകയാകട്ടെ എന്നാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ എണ്ണം 25ആയി നിജപ്പെടുത്താനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനം. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ എണ്ണം 30 കവിയരുതെന്നാണ് പൊതുഭരണ വകുപ്പ് ഇറക്കിയ ഉത്തരവിൽ പറയുന്നത്. എന്നാൽ ആശ്രിതരെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി കഴിഞ്ഞ UDF സർക്കാർ 30 പേരെയും കുത്തി നിറച്ചിരുന്നു. മുഖ്യമന്ത്രി അടക്കം 21 മന്ത്രിമാരും ഒരു ക്യാബിനറ്റ് പദവിയുള്ള ചീഫ് വിപ്പും ഒരു സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും കൂടി പ്രൈവറ്റ് സെക്രട്ടറി മുതൽ ഡ്രൈവർ, കുക്ക് എന്നിവരടക്കം 720 പേഴ്സണൽ സ്റ്റാഫാണ് ഉണ്ടായിരുന്നത്. ഇതിൽ തന്നെ പലരുടെയും രാഷ്ട്രീയ നിയമനമായിരുന്നു. വകുപ്പുകളുമായി നേരിട്ട് ബന്ധമില്ലാത്തവരായിരുന്നു മഹാഭൂരിപക്ഷവും. അതിനാൽ തന്നെ ആശ്രയ നിയമനത്തിന്റെ സ്വഭാവവും ഉൾക്കൊള്ളുന്ന ജംബോ പേഴ്സണൽ സ്റ്റാഫാണ് UDF സർക്കാരിനുണ്ടായിരുന്നത്. ഇതുമൂലം വൻ ചിലവാണ് സർക്കാർ ഖജനാവിനുണ്ടായിരുന്നത്. ഇതിനൊരു മാറ്റം വരുത്തുന്നതിനും മന്ത്രിമാർ തന്നെ സാമ്പത്തിക അച്ചടക്കത്തിന് നേതൃത്വം കൊടുക്കണമെന്ന പൊതു തീരുമാനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ വെട്ടിക്കുറയ്ക്കുന്നതിനായി LDF തീരുമാനിച്ചത്. പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ വെട്ടിക്കുറയ്ക്കാനുള്ള ഇടതുമുന്നണിയുടെ തീരുമാനം പുറത്തുവന്നത് പൊതുവിൽ പ്രശംസ പിടിച്ചുപറ്റിയിട്ടുണ്ട്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. CPIഎമ്മിന്റെയും CPIയുടെയും നേതൃയോഗങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. CPIഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് AKG സെന്ററിൽ നടക്കും. മന്ത്രിമാരെ സംബന്ധിച്ച തീരുമാനങ്ങളായിരിക്കും പ്രധാനമായും യോഗങ്ങളുടെ അജണ്ട. വിവരങ്ങളുമായി KG ദിനകർ ചേരുന്നുണ്ട്. ദിനകർ, വിശദാംശങ്ങൾ. സൗമ്യ, CPIഎം സംസ്ഥാന കമ്മിറ്റി യോഗമാണ് ഇന്ന് 10 മണിക്ക് AKG സെന്ററിൽ ചേരുക. CPIഎമ്മിന്റെ മന്ത്രിമാരെ സംബന്ധിച്ച് അന്തിമ തീരുമാനം ഇന്ന് കൈക്കൊള്ളും. ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മന്ത്രിമാരെ സംബന്ധിച്ചുള്ള പ്രാഥമിക പട്ടിക തയ്യാറാക്കിയിരുന്നു. അത് ഇന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് അംഗീകരിക്കുകയാണ് ലക്ഷ്യം. ഇവരാണ് മന്ത്രിമാരായി പ്രാഥമിക പരിഗണനയിലുള്ളത്. ഡോക്ടർ TM തോമസ് ഐസക്, EP ജയരാജൻ, AK ബാലൻ, KK ശൈലജ, TP രാമകൃഷ്ണൻ, G സുധാകരൻ, കടകംപള്ളി സുരേന്ദ്രൻ, പ്രൊഫസർ C രവീന്ദ്രനാഥ്, J മേഴ്സിക്കുട്ടിയമ്മ, AC മൊയ്തീൻ, KT ജലീൽ. അതോടൊപ്പം തന്നെ സ്പീക്കറായി P ശ്രീരാമകൃഷ്ണനെയും പരിഗണനയിലുണ്ട്. ഇന്ന് ഈ പട്ടിക സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിച്ചുകൊണ്ടായിരിക്കും സംസ്ഥാന കമ്മിറ്റിയുടെ കൂടി അംഗീകാരത്തോടെയായിരിക്കും അന്തിമ പട്ടിക തയ്യാറാക്കി പ്രഖ്യാപിക്കുക. ഉച്ചയ്ക്ക് ശേഷം CPIഎമ്മിൻ്റെ MLAമാരുടെ യോഗവും AKG സെന്ററിൽ ചേരുന്നുണ്ട്. നിയമസഭാ കക്ഷി നേതാവായി നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയനെ ഈ യോഗം തെരഞ്ഞെടുക്കുകയും ചെയ്യും. അതോടൊപ്പം ബുധനാഴ്ചയായിരിക്കും മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ചുള്ള തീരുമാനം കൈക്കൊള്ളുക. LDF യോഗം അന്ന് രാവിലെ ചേർന്ന് അന്ന് വൈകിട്ടാണ് സത്യപ്രതിജ്ഞ. അന്ന് രാവിലെ LDF യോഗം ചേർന്നുകൊണ്ടായിരിക്കും മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ചുള്ള തീരുമാനം കൈക്കൊള്ളുക. CPIയുടെ എക്സിക്യൂട്ടീവ് യോഗവും സംസ്ഥാന കൗൺസിലും 10 മണിയോടുകൂടി MN സ്മാരകത്തിൽ ചേരുന്നുണ്ട്. CPI മന്ത്രിമാരെ നിശ്ചയിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് എക്സിക്യൂട്ടീവും സംസ്ഥാന കൗൺസിലും യോഗം ചേരുന്നത്. 4 മന്ത്രിമാരാണ് CPIക്ക് ഉള്ളത്. മിക്കവാറും പുതുമുഖങ്ങൾ തന്നെയാവും മന്ത്രിമാർ പുതുമുഖങ്ങളായിരിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വ്യക്തമായ സൂചന. അതിൽ പരിഗണനാ പട്ടികയിൽ ഉള്ളവർ ഇവരാണ്: E ചന്ദ്രശേഖരൻ, VS സുനിൽകുമാർ, K രാജു, P തിലോത്തമൻ എന്നിവരെയാണ് പരിഗണിക്കുന്നത്. അതോടൊപ്പം തന്നെ പരിചയസമ്പന്നരെ കൂടി ഉൾപ്പെടുത്താൻ തീരുമാനം കൈക്കൊണ്ടാൽ C ദിവാകരനും മുല്ലക്കർ രത്നാകരനും കൂടി പട്ടികയിൽ ഉണ്ടാവും, മന്ത്രിസ്ഥാനത്തേക്ക് എത്തും. അതോടൊപ്പം ഘടകകക്ഷി മന്ത്രിമാരായി NCPയിൽ നിന്നും അതോടൊപ്പം ജനതാദൾ എസിൽ നിന്നും കോൺഗ്രസ് എസിൽ നിന്നും ഓരോ ആളുകൾ വീതം ഉണ്ടാവും. കോൺഗ്രസ് എസിൽ നിന്ന് കടന്നപ്പള്ളി രാമചന്ദ്രൻ ആകുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. NCPയിൽ 2 MLAമാരാണ് ഉള്ളത്. ഇവരിൽ ആരാകും മന്ത്രി എന്നത് സംബന്ധിച്ച് ഇന്നോ നാളെയോ അറിവാകും. ചർച്ച തുടരുകയാണ്. ജനതാദൾ എസിൽ 3 MLAമാരാണ് ഉള്ളത്. മന്ത്രി ആരാകണം എന്നത് സംബന്ധിച്ചുള്ള ചർച്ച തുടരുകയാണ്. ഇന്നോ നാളെയോ ജനതാദൾ എസിൻ്റെ മന്ത്രിയെയും സംബന്ധിച്ച് തീരുമാനം ആകും. സൗമ്യ. ദിനകർ, അതോടൊപ്പം തന്നെ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിലെ പ്രശ്നങ്ങൾ കൂടുതൽ മൂർച്ഛിച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് KPCC നിർവാഹക സമിതി യോഗം ചേരുന്നുണ്ട്. പ്രതിപക്ഷ നേതൃസ്ഥാനം അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയും ചർച്ചകൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? തീർച്ചയായും സൗമ്യ, സംസ്ഥാനത്ത് LDF
മികച്ച വിജയം നേടിയ പശ്ചാത്തലത്തിൽ UDF വലിയ തകർച്ച നേരിട്ട പശ്ചാത്തലത്തിൽ UDFിനുള്ളിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. പ്രതിപക്ഷ നേതൃസ്ഥാനത്തെ ചൊല്ലിയും അതോടൊപ്പം തന്നെ പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം ആർക്ക് എന്നതിനെ ചൊല്ലിയുമാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ കലാപം ഉയർന്നിരിക്കുന്നത്. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പ്രധാനമായും ഉമ്മൻചാണ്ടിയെയും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയെയുമാണ് പരിഗണിക്കുന്നത്. എന്നാൽ ഇവർ രണ്ടുപേരും പരസ്പരം ചെളിവാരിയെറിയുന്ന രീതിയിലേക്ക് സാഹചര്യം എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ആരാണ് പരാജയത്തിൻ്റെ ഉത്തരവാദി എന്നതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം. അത് സ്വാഭാവികമായും ഇന്ന് KPCC നിർവാഹക സമിതി യോഗത്തിൽ വലിയ ബഹളത്തിനും പൊട്ടിത്തെറിക്കും ഇടയാക്കുമെന്ന് ഇപ്പോൾ കെ ബാബു മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണം. MLA ആയിട്ടും മന്ത്രിയായിട്ടും കഴിഞ്ഞ നൂറ്റാണ്ടായി തിരുവനന്തപുരത്തുള്ള ആളാണ്. അപ്പോൾ ഇപ്പോൾ മന്ത്രിയുമല്ല MLA അല്ല. പക്ഷേ ഞാൻ ഇത് രണ്ടുമായിരുന്ന കാലത്ത് നിങ്ങളുടെ എല്ലാം ഭാഗത്തു നിന്ന് നല്ല സഹായവും സഹകരണവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് നിങ്ങളോടെല്ലാം നേരിട്ട് നന്ദി പറയുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഈ കൂടിക്കാഴ്ചയിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതുവരെ പ്രവർത്തനങ്ങൾക്കെല്ലാം നന്നായി സഹകരിക്കുകയും ഒക്കെ ചെയ്ത എല്ലാ മാധ്യമ സുഹൃത്തുക്കളോടും ഞാൻ ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകളിൽ ഒരു പരമാവധി സംസ്ഥാനത്തിൻ്റെ നേട്ടത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതിനി ഭാവി കേരളമാണ് വിലയിരുത്തേണ്ടത്. കാരണം ഇവിടെ വളരെ കാലമായിട്ട് ഒരു സ്വപ്നത്തിൽ ഒതുങ്ങി നിന്നിരുന്ന വിഴിഞ്ഞം പദ്ധതി തുടങ്ങാൻ സാധിച്ചു. അതിനകത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടൊപ്പം വളരെയധികം പ്രവർത്തിക്കാൻ സാധിച്ചതുകൊണ്ടാണ്. ഒരുപാട് എതിർപ്പുകളുണ്ടായിരുന്നു, ഒരുപാട് ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെട്ടു. പക്ഷെ എന്നാലും ആ ആക്ഷേപങ്ങൾ ഉന്നയിച്ചപ്പോഴും എതിർപ്പുകളുണ്ടായപ്പോഴും ഞങ്ങളാരും തളരാതെ ആ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയത്. തീർച്ചയായിട്ടും ആ പദ്ധതി തിരുവനന്തപുരത്തിനും കേരളത്തിനും ഇന്ത്യക്ക് തന്നെ ഏറ്റവും പ്രയോജനകരമാകും. അതുപോലെ ഞാൻ കൈകാര്യം ചെയ്തിരുന്ന കണ്ണൂർ എയർപോർട്ട്, ഞങ്ങളെ എയർപോർട്ട് നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുമ്പ് ഉദ്ഘാടനം ചെയ്തു എന്ന് പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ എയർപോർട്ട് ഉദ്ഘാടനം ചെയ്തില്ലായിരുന്നു. ഞങ്ങൾ ചെയ്തത്, ഞങ്ങൾ തുടക്കം തൊട്ട് പ്രഖ്യാപിച്ചതുപോലെ ഡിസംബർ 31 മുമ്പ് 2015 ഡിസംബർ 31 മുമ്പ് അവിടെ ആദ്യ വിമാനം ഇറക്കും എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ആ ആദ്യ വിമാനം ഇറക്കം മാത്രമാണ് ചെയ്തത്. അതിൻ്റെ ആ ചടങ്ങിലെല്ലാം ഇതിൻ്റെ ഉദ്ഘാടനം പിന്നീട് നടക്കും. മന്ത്രി കെ ബാബു മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. മുതിർന്ന CPIM നേതാവും മുൻ MP-യുമായ കെ അനിരുദ്ധൻ അന്തരിച്ചു. രാത്രി 11:55 വഴുതക്കാട് ഗ്രേസ് കോട്ടേജിലായിരുന്നു അന്ത്യം. 91 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്ന അനിരുദ്ധൻ സംശുദ്ധ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. 1963 2ാം നിയമസഭയിൽ അംഗമായിരുന്നു അനിരുദ്ധൻ. 30 വഴുതക്കാട് അനിരുദ്ധൻ റോഡിലെ സ്വവസതിയിലായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ദീർഘനാളായി വിശ്രമത്തിലായിരുന്നു. തിരുവനന്തപുരത്ത് പൊട്ടക്കുഴിയിൽ കൃഷ്ണൻ കോൺട്രാക്ടറുടെയും ചക്കി ഭഗവതിയുടെയും മകനായി 1924 സെപ്റ്റംബർ 8-നായിരുന്നു അനിരുദ്ധന്റെ ജനനം. ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. 64-67 കാലഘട്ടത്തിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. ദീർഘകാലം CPIM ജില്ലാ കമ്മിറ്റി അംഗം, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. CITU ജില്ലാ പ്രസിഡന്റായും സംസ്ഥാന വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചു. CITU അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. 1963 നിയമസഭാംഗമായി. 65 ജയിലിൽ കിടന്നുകൊണ്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 1967 ചിറയൻകീഴ് പാർലമെന്റ് മണ്ഡലത്തിൽ R. ശങ്കറെ പരാജയപ്പെടുത്തി. നിരവധി പ്രക്ഷോഭണ സമരങ്ങളിൽ പങ്കെടുത്ത് കൊടിയ മർദ്ദനങ്ങൾക്കിരയായിട്ടുണ്ട് അനിരുദ്ധൻ. ഡോക്ടർ A. സമ്പത്ത് MP, A. കസ്തൂരി എന്നിവർ മക്കളാണ്. വൈകിട്ട് 4-ന് ശാന്തികവാടത്തിൽ സംസ്കാരം നടക്കും. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അനിരുദ്ധന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നടനും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്ന ഭരത് പ്രേംജിയുടെ ഭാര്യ ആര്യ പ്രേംജി അന്തരിച്ചു. ഇന്നലെ അർദ്ധരാത്രിയോടെ തിരുവനന്തപുരം അമ്പലമുക്കിലെ വസതിയിലായിരുന്നു അന്ത്യം. 99 വയസ്സായിരുന്നു. നമ്പൂതിരി സമുദായത്തിലെ 2ാം വിധവാ വിവാഹത്തിലൂടെ ചരിത്രത്തിലിടം നേടിയ പോരാളിയാണ് ആര്യ പ്രേംജി. തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി. തൃശൂർ മുനിസിപ്പൽ കൗൺസിലെ അംഗമായിരുന്നു.
കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ മാറ്റങ്ങളുടെ ഭാഗമായി ഒരു നൂറ്റാണ്ട് നീണ്ട ആര്യ പ്രേംജിയുടെ ജീവിതത്തെക്കുറിച്ച് മകനും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ നീലൻ സംവിധാനം ചെയ്ത അമ്മ ഡോക്യുമെന്ററി ശ്രദ്ധേയമായിരുന്നു. കഴിഞ്ഞ വർഷത്തെ മികച്ച ഡോക്യുമെന്ററിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയിട്ടുണ്ട് അമ്മ. പിണറായി വിജയൻ മുഖ്യമന്ത്രി പദത്തിലെത്തുമ്പോൾ ഏറെ സന്തോഷത്തിലും ഒപ്പം ഏറെ സംതൃപ്തിയിലുമാണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ. അദ്ദേഹം അതിജീവിച്ച വഴികളും ഏറ്റുവാങ്ങിയ വേട്ടയാടലുകളും കോരിച്ചൊരിഞ്ഞ സ്നേഹവും കരുതലും ഓർത്തെടുക്കുകയാണ് മുണ്ടയിൽ വീട്ടിൽ നിന്നും സഹോദരപുത്രൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട പിണറായി പാറപ്പുറത്ത് ജനിച്ചു വളർന്ന് കേരളത്തിന്റെ വിപ്ലവ കൊടുങ്കാറ്റായി മാറിയ പിണറായി വിജയൻ മുഖ്യമന്ത്രി പദത്തിലെത്തുമ്പോൾ മുണ്ടയിൽ വീട്ടിൽ ആഹ്ലാദം അലതല്ലുകയാണ്. ഭയഭക്തി ബഹുമാനപൂർവ്വം എന്നും തനിക്ക് മാതൃകയാവുകയും ഒപ്പം സ്നേഹം വാരിക്കോരി നൽകുകയും ചെയ്ത ഇളയച്ചൻ അതിജീവിച്ച പ്രതിസന്ധികൾ ഓർക്കുകയാണ് മൂത്ത ജ്യേഷ്ഠന്റെ മകൻ രതീശൻ. വളരെ ചെറുപ്പത്തിൽ തന്നെ എന്നെ വളരെ ലാളിച്ചും കൊണ്ട് എന്നുവെച്ചാൽ ഇവിടെ ഉണ്ടായിരുന്ന ആദ്യത്തെ ഒരു ആൺകുട്ടി എന്ന നിലക്ക് എന്നെ അവർ വളരെയധികം ലാളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ രാഷ്ട്രീയ ജീവിതത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ജനിച്ചു വളർന്നപ്പോൾ തന്നെ അവർ കാണുമ്പം തന്നെ അവരൊരു രാഷ്ട്രീയ നേതാവായിട്ടാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അടിയന്തരാവസ്ഥക്കാലത്ത് അനുഭവിച്ച പീഡനങ്ങളും മാധ്യമങ്ങൾ അവരെ വേട്ടയാടിയതും അതൊക്കെ അതിജീവിച്ച് അവരുടെ ആത്മധൈര്യം കൊണ്ട് മാത്രം, അതുപോലെ മനസ്ഥൈര്യം കൊണ്ട് മാത്രം അതിനൊക്കെ അതിജീവിച്ച് ഇന്നത്തെ നിലയിൽ വളരെയധികം സന്തോഷമുണ്ട്. വീട്ടിലും അന്ധവിശ്വാസങ്ങളെ അതിജീവിക്കാൻ പഠിപ്പിച്ച യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു പിണറായി വിജയൻ. കുട്ടിക്കാലത്തെക്കുറിച്ച് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ പറയാൻ ഓർമ്മ വരും. എന്നുവെച്ചാൽ എൻ്റെ ഈ ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ സ്വഭാവ രൂപീകരണത്തെപ്പറ്റി പറയുന്ന ഒരു ചെറിയൊരു കാര്യം പറയാം. എന്ന് വെച്ചാൽ ഇവിടെ ആ സമയത്ത് ഒരു പ്രേതങ്ങളെ പറ്റിയൊക്കെ പറയുന്ന ഒരു പേടിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി ചെറുപ്പത്തിൽ. ഞാൻ ഏകദേശം 4 വയസ്സോ 5 വയസ്സോ ഉള്ള സമയത്തായിരുന്നു. അപ്പോൾ ഇവിടെ യാദൃശ്ചികമായ ഒരു പാമ്പിനെ കൊന്ന് കുഴിച്ചിട്ട് എന്നോട് പറഞ്ഞു ആ കുഴിച്ചിട്ടിൻ്റെ മേലെ കയറി നിൽക്കാൻ പറഞ്ഞു. ഞാൻ കയറി നിന്നപ്പോൾ എന്നോട് ചോദിച്ചു, ഈ പാമ്പിന് നിന്നെ കടിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, അത് നമ്മൾ കുഴിച്ചിട്ടില്ലേ, കൊന്ന് കുഴിച്ചിട്ടില്ല. ഇനി തിരിച്ചു വരുമെന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ആരും ഇങ്ങനെ തന്നെയാണ്, മരിച്ച ഒരാളും തിരിച്ചു വരാൻ പോകുന്നില്ല. ആ ചെറിയ കുട്ടിയിൽ അതേപോലെയുള്ള ഒരു കോൺക്രീറ്റായ ഒരു ധാരണ ഈ പ്രേതഭൂത പിശാചുക്കൾ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത ഒരു മുപ്പരുടെ ഉപായം. പിണറായി വിജയൻ ജനിച്ചു വളർന്ന പാറപ്പുറത്തെ മുണ്ടയിൽ വീടാണിത്. വീട്ടിലും പുറത്തുമെല്ലാം ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനും അതോടൊപ്പം ഒരു നല്ല വീട്ടുകാരനുമായിരുന്നു പിണറായി വിജയൻ. പിണറായിയിൽ നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. കൊച്ചി നാവികസേന ആസ്ഥാനത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥനെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. തൃശൂർ സ്വദേശി K ശിവദാസനാണ് മരിച്ചത്. പുലർച്ചെ 1:15 സംഭവം. വിവരങ്ങളുമായി അലക്സ് ചേർന്നുണ്ട്. അലക്സ്, എങ്ങനെയായിരുന്നു സംഭവം? മറ്റു വിവരങ്ങളും. സൗമ്യ, ഇന്ന് പുലർച്ചെ 1:15 കൊച്ചി നാവികാസ്ഥാനത്ത് നാവിക ഉദ്യോഗസ്ഥനെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസിന്റെ പ്രാഥമിക നിഗമനത്തിൽ പോലീസ് പറയുന്നത് ഇദ്ദേഹം നൈറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നതാണ്. ഏതാണ്ട് 53 വയസ്സുണ്ട് ഇദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ ഏറെക്കാലമായി സർവീസിൽ കയറിയതിനു ശേഷം അതുകൊണ്ട് അബദ്ധത്തിൽ ഇങ്ങനെ വെടി ഉതിർന്നതാകാം എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നില്ല. പകരം ആത്മഹത്യാശ്രമമാണോ എന്നുള്ള കാര്യം പോലീസിന്റെ പ്രാഥമിക നിഗമനം ആത്മഹത്യയാണോ എന്നുള്ളതാണ്. മറ്റ് അന്വേഷണ നടപടികൾ പൂർത്തിയാവുന്നേ ഉള്ളൂ. തൃശൂർ സ്വദേശി നായിക് K ശിവദാസൻ ആണ് കൊല്ലപ്പെട്ടത്. ഇദ്ദേഹത്തിന് 53 വയസ്സാണ്. ഇപ്പോൾ നേവൽ ആസ്ഥാനത്താണുള്ളത്. ഹാർബർ പോലീസ് ഇൻക്വസ്റ്റ് നടത്താനായി നേവൽ ആസ്ഥാനത്ത് പോയിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് അവിടെ വിലക്കാണ്. മാധ്യമങ്ങൾക്കകത്ത് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. നേവൽ ആസ്ഥാനത്ത് ഉദ്യോഗസ്ഥർ അറിയിച്ചതനുസരിച്ച് അവർ റെഫർ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും ബോഡി പോസ്റ്റ്മോർട്ടത്തിനും മറ്റു നടപടിക്രമങ്ങളിലേക്കും പോവുക. അത് കഴിഞ്ഞ് തൃശൂർ അമ്മാങ്കുഴിയിലെ തന്റെ വസതിയിലേക്ക് മൃതദേഹം കൊണ്ടുവരും. സൗമ്യ, അലക്സാണ് വിവരങ്ങൾ നൽകിയത്. ജിഷയുടെ ഘാതകരെ പിടികൂടാൻ വൈകുന്നതിൽ പ്രതിഷേധവുമായി കൊല്ലപ്പെട്ട ജിഷയുടെ മാതാവ് രാജേശ്വരി രംഗത്ത്. സമ്പന്നരുടെ മക്കൾക്കാണ് ഈ ഗതി വന്നിരുന്നതെങ്കിൽ പ്രതികൾ ഇതിനു മുൻപേ പിടിയിലാകുമായിരുന്നുവെന്ന് അവർ പറഞ്ഞു. ഇതിനിടെ പെരുമ്പാവൂരിൽ സംഘടിപ്പിച്ചിരിക്കുന്ന രാപ്പകൽ സമരം ശക്തമാക്കാൻ LDF തീരുമാനിച്ചു. കൊലപാതകം നടന്ന് 25 ദിവസം പിന്നിട്ടിട്ടും പ്രതികളെ കണ്ടെത്താനായില്ലെന്ന പോലീസ് നിലപാടിൽ തനിക്ക് സംശയമുണ്ടെന്ന് രാജേശ്വരി പറഞ്ഞു. ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഓരോ പുതിയ കഥകൾ പോലീസ് പ്രചരിപ്പിക്കുകയാണ്. പ്രതിയെന്ന് സംശയിക്കുന്ന ആളുമൊത്ത് ജിഷ ഭക്ഷണം കഴിച്ചിരുന്നുവെന്ന പോലീസിന്റെ വാദം ഇതിന്റെ ഭാഗമാണ്. പക്ഷെ ഇത് വളരെ മോശമാണ്. എന്റെ കൊച്ചിനെ ഇങ്ങനെ കൊന്നിട്ട് ഇത് ഇത്രയും ദിവസത്തോളം നീട്ടിക്കൊണ്ട് പോകണത് എപ്പോഴും തെറ്റാ. കാരണം ഒരു പ്രായത്തിൽ ഇത്രയും നല്ലൊരു കൊച്ചിനെ ഈ ഇങ്ങനെ ചെയ്തിട്ട് ഇത്രയും ദിവസമായിട്ടും കേസ് തെളിയാത്തതിന്റെ പേരിൽ. ഇതിനിടെ നിലവിലുള്ള അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ലെന്ന് ആവർത്തിച്ച് CPIM രംഗത്തെത്തി. പുതിയ അന്വേഷണ സംഘത്തെ പുതിയ സർക്കാർ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് CPIM ജില്ലാ സെക്രട്ടറി P രാജീവ് പറഞ്ഞു. പുതിയ ഗവൺമെന്റ് വന്നു. ആ ഗവൺമെന്റ് നയിക്കുന്ന പിണറായി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ പ്രശ്നം അറിഞ്ഞ ഉടൻ തന്നെ ഇവിടെ വരികയും ഈ കാര്യങ്ങളെല്ലാം നേരിൽ മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളവരാണ്.
ആ കാര്യങ്ങളെല്ലാം ഗവൺമെന്റ് പരിഗണിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതിനിടെ ജിഷയ്ക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് LDF നടത്തുന്ന രാപ്പകൽ സമരം പെരുമ്പാവൂരിൽ തുടരുകയാണ്. മുതിർന്ന വനിതാ IPS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പുതിയ അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കുന്നതുവരെ സമരം തുടരാനാണ് LDF തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പരവൂർ വെടിക്കെട്ട് അപകടം നടന്ന പുറ്റിങ്ങൽ ക്ഷേത്ര മൈതാനം ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് തോട്ടത്തിൽ B. രാധാകൃഷ്ണൻ സന്ദർശിച്ചു. അപകടം സംബന്ധിച്ച കേസുകൾ അടുത്ത മാസം 15-ന് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് ചീഫ് ജസ്റ്റിസ് സംഭവസ്ഥലത്ത് നേരിട്ടെത്തിയത്. പാരവൂർ വെടിക്കെട്ട് അപകടം സംബന്ധിച്ച പോലീസ് റവന്യൂ വകുപ്പുകളുടെ റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരുന്നു. ഈ റിപ്പോർട്ടുകൾ പരിഗണനയിലിരിക്കെയാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് തോട്ടത്തിൽ B. രാധാകൃഷ്ണൻ സംഭവസ്ഥലത്ത് നേരിട്ടെത്തിയത്. കളക്ടർ A. ഷൈനാമ്പോൾ, സിറ്റി പോലീസ് കമ്മീഷണർ P. പ്രകാശ് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ സന്ദർശനം. അപകടം നടന്ന മൈതാനത്തിന്റെ വിസ്തൃതി, കമ്പപ്പുര സ്ഥിതി ചെയ്ത ഇടം എന്നിവ ചീഫ് ജസ്റ്റിസ് ചോദിച്ചു മനസ്സിലാക്കി. ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലും ചീഫ് ജസ്റ്റിസ് സന്ദർശനം നടത്തി. 1 മണിക്കൂറോളം സന്ദർശനം നീണ്ടു. പരവൂർ വെടിക്കെട്ട് അപകടത്തിന് അനുമതി നൽകിയ അധികാര കേന്ദ്രത്തെ കണ്ടെത്തിയോയെന്ന് ക്രൈംബ്രാഞ്ചിനോട് നേരത്തെ തോട്ടത്തിൽ B. രാധാകൃഷ്ണൻ ഉൾപ്പെട്ട ബെഞ്ച് ചോദിച്ചിരുന്നു. കേസ് സംബന്ധിച്ച അനേകം പൊതുതാൽപര്യ ഹർജികൾ ഇപ്പോൾ ഹൈക്കോടതിയുടെ മുമ്പാകെ പരിഗണനയിലുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.